ഡോക്ടർ അതുപോലെ ഇപ്പോൾ ഈ അട്ടപ്പാടിയിലെ മധു കേസിലെ വിചാരണ കഴിഞ്ഞപ്പോൾ അതിൻ്റെ വിധി വന്നിട്ടുണ്ട്. 1-ാം പ്രതി 4-ാം പ്രതി അവരെ ഒഴിവാക്കി ബാക്കി എല്ലാവർക്കും കടുത്ത ശിക്ഷ തന്നെ കൊടുത്തിട്ടുണ്ട്. ആദ്യം ഉണ്ടായതിനേക്കാളും ശിക്ഷ കുറച്ചുകൂടി കൂട്ടിക്കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. എന്താണ് അതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണം? മധു ഒരു കറുത്ത ആളായതുകൊണ്ടാണോ അല്ലെങ്കിൽ ദളിതനായതുകൊണ്ടാണോ ആദിവാസി ആയതുകൊണ്ടാണോ ആക്രമിക്കപ്പെട്ടത്? മധുവിൻ്റെ സ്ഥാനത്ത് വേറെ ആളായിരുന്നു ആ ഒരു മോഷണം അല്ലെങ്കിൽ വിശന്നിട്ട് എടുത്തെങ്കിൽ ഇങ്ങനെയാണോ ഉണ്ടാകാൻ പോകുന്നത്? എന്തായിരിക്കും ആൾക്കൂട്ട വിചാരയുടെ മനസ്സിലിരിപ്പ്? എന്തായിരിക്കും ഒരാളെ കൈകാര്യം ചെയ്യുമ്പോൾ? അല്ല, ചോദ്യത്തിൽ തന്നെയുണ്ട്. കാരണം മധു എന്ന് പറയുന്നത്, മധു എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് കൃത്യമായിട്ട് അദ്ദേഹത്തെ കാണുമ്പോൾ അറിയായിരുന്നു. അപ്പോൾ ഒരാളുടെ നിറം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിത രീതികൾ എന്നൊക്കെ പറയുന്നത് അളന്നു മുറിക്കാൻ എന്ത് പറഞ്ഞാലും നിറം ഇപ്പോഴും ഒരു പ്രശ്നം തന്നെയാണ് ഇരുന്നത്. അപ്പോൾ നമ്മൾ അറിയാമല്ലോ, നമ്മൾ ഈ പൊതുവെ ഇന്ത്യയിൽ പറയുന്നൊരു രീതികളുണ്ടായിരുന്നു. നമുക്കറിയാം 2015 മുഹമ്മദ് അഖ്ലാഖ് എന്ന് പറയുന്ന ഒരു മുസ്ലിം നാമധാരി വടക്കേ ഇന്ത്യയിൽ, അതായത് ഫ്രിഡ്ജിൽ പശുവിൻ്റെ മാംസം സൂക്ഷിച്ചു എന്നതിന് ബന്ധപ്പെട്ട് ആൾക്കൂട്ട കൊലപാതകം കൊണ്ടാണ് അദ്ദേഹത്തെ കൊല്ലുന്നത്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ടൊക്കെ തന്നെയാണ് പിൻകാലത്ത് 2024 സംഭവിക്കുന്നത്. സാബിർ മാലിക് എന്ന് പറയുന്ന ഒരു ബംഗ്ലാദേശി തൊഴിലാളിയുണ്ട്, ഹരിയാനയിൽ വെച്ചാണ്. അപ്പോൾ അദ്ദേഹം ഇതുപോലെ തന്നെ പശു ഇറച്ചി കഴിച്ചു എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നീട് കോടതി തന്നെ പറഞ്ഞു അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിരുന്ന ഇത് പശുവിൻ്റെ ഇറച്ചി ആയിരുന്നില്ലെന്നൊക്കെ വിധി വന്നു. അപ്പോൾ ഇതിനെല്ലാം പ്രതികരിച്ചത് ഇന്ത്യയിലെ ജനസമൂഹം, പ്രത്യേകിച്ച് മുസ്ലിങ്ങളോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അവരുടെ ഒരു ഇത്തരം കാര്യങ്ങൾ, അതായത് ഹൈന്ദവതയോട് അനുബന്ധിച്ചുണ്ടാകുന്ന കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ അതിനെല്ലാം എതിർക്കാൻ വേണ്ടി അവർ എല്ലാ കാലത്തും കൂട്ടുപിടിക്കുന്ന വിഭാഗങ്ങളാണ് ഇന്ത്യയിലെ ദളിത് വിഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ദളിതുകളും അതുപോലെ തന്നെ ദളിതുവൽക്കരിക്കപ്പെട്ട മുസ്ലിം സമുദായമെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞത് ഈ മുഹമ്മദ് അഖ്ലഖിനോട് ബന്ധപ്പെട്ടാകട്ടെ അല്ലെങ്കിൽ സാബിർ മാലിക്കിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളാകട്ടെ, ഇതെല്ലാം തന്നെ ബ്രാഹ്മണസത്തിൻ്റെയും അല്ലെങ്കിൽ മനുവാദത്തിൻ്റെയും കടന്നുകയറ്റമാണെന്ന് പറഞ്ഞാൽ തീവ്ര ചിന്താഗതിക്കാരായ ഹിന്ദുത്വവാദികൾ പുലർത്തുന്ന കാഴ്ചപ്പാടിൻ്റെയോട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു പ്രകടനം അല്ലെങ്കിൽ ഒരു സംഭവം മാത്രമായിട്ടാണ് അവരതിനെ കണക്കാക്കിയത്. അതായത് കാലാകാലങ്ങളായിട്ട് ഇന്ത്യയിൽ നിറം മങ്ങിയവരും ദരിദ്രവാസികളുമായിട്ടുള്ള ആളുകളെ മനുഷ്യരായിട്ട് ബ്രാഹ്മണവാദികൾ കണക്കാക്കുന്നില്ലെന്നാണ് ഇവർ പറഞ്ഞു വെച്ചത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വിശ്വാസമുണ്ടല്ലോ, അതായത് ഈ പറഞ്ഞു വെക്കുന്നൊരു സംഭവം, അതായത് ഒരു ബഹുഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഉള്ളിൽ മാത്രമേ ഇത്തരം ആശയമുള്ളൂ എന്നും തങ്ങളെല്ലാം വിശുദ്ധന്മാരാണെന്ന് പറയുന്ന ഒരു പ്രഖ്യാപനമുണ്ടല്ലോ, ആ പ്രഖ്യാപനം അമ്പേ തകർന്ന ഒരു പരിപാടിയായിട്ടാണ് അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയായിട്ടാണ് മധുവിൻ്റെ മരണത്തെ ഞാൻ കണക്കാക്കുന്നത്. കാരണം മധു കൊല ചെയ്യപ്പെടുമ്പോൾ, ആൾക്കൂട്ട കൊലപാതകത്തോട് ബന്ധപ്പെട്ട് മധു കൊല ചെയ്യപ്പെടുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്തത് ഈ മുസ്ലിങ്ങളെന്ന് പറയുന്ന അല്ലെങ്കിൽ ദളിതുകൾക്കൊപ്പം ഇന്ത്യയിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്ന വിഭാഗമാണെന്ന് ഇതേ നാളുകളിൽ പറഞ്ഞുകൊണ്ടിരുന്ന അതേ നാമധാരികൾ തന്നെയായിരുന്നു മധുവിനെ കൊല്ലാൻ മുൻപന്തിയിലുണ്ടായിരുന്നു. അപ്പോൾ ബ്രാഹ്മണ്യം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഈ പറയുന്ന മനുവാദം എന്ന് പറയുന്നതോ ഉത്തരേന്ത്യയിൽ മാത്രം നിലനിൽക്കുന്നൊരു കാഴ്ചപ്പാടല്ല, അത് കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. കേരളത്തിൽ നിലനിൽക്കുക എന്ന് മാത്രമല്ല, അത് എല്ലാ ജാതിക്കാരുടെയും മതങ്ങളുടെ ഇടയിലും അതുപോലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇടയിലും ഈ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് മധു എന്ന് പറയുന്ന ഒരാളെ മനുഷ്യനായിട്ട് പോലും ഇവർക്ക് കണക്കാക്കാൻ പറ്റാത്തത്. നമുക്കറിയാം എല്ലാ കാലഘട്ടത്തിലും പറയുന്നത് എന്താണ്, ജാതീയത എന്ന് പറയുന്നത് ഒരു വലിയൊരു സമൂഹത്തിന് അല്ലെങ്കിൽ ഹിന്ദുമതത്തിൻ്റെ ഇടയിൽ മാത്രമുള്ള ഒരു കാഴ്ചപ്പാടാണെന്നും ആ ജാതീയതയോട് ബന്ധപ്പെട്ടുണ്ടാകുന്ന അനുഭവങ്ങൾ പേറിയ കുറേ ജനതയുണ്ടായിരുന്നു. അതിൽ നിന്നുള്ള മോചനം തേടിയാണ് പലരും മറ്റു മതങ്ങളിലേക്കെല്ലാം ചേക്കേറെന്ന് പറയുമ്പോൾ, മറ്റു മതങ്ങൾക്ക് ചേക്കേറിയ പോലും ഈ നിറത്തിനോട് ബന്ധപ്പെട്ട് ഏറ്റവും പുറകിൽ നിൽക്കുന്നവർന്ന് ചിന്തിക്കുന്ന സമൂഹത്തോട് അവർ മനുഷ്യത്വപരമായിട്ടല്ല പെരുമാറുന്നത്. ആ മനുഷ്യത്വപരമായി പെരുമാറുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് മധുവിൻ്റെ ഈ കൊലപാതകത്തിലേക്ക് നമുക്ക് കാണാൻ പറ്റുന്നത്. കാരണം മധു എന്ന് പറയുന്ന ഒരാൾ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ഞാൻ പറഞ്ഞു വെച്ചത് മറ്റൊന്നുമല്ല, മുഹമ്മദ് അഖ്ലഖ് ആകട്ടെ അല്ലെങ്കിൽ സാബിർ മാലിക് ആകട്ടെ, അവർ എന്ന് പറയുന്നത് ഭക്ഷണത്തോട് ബന്ധപ്പെട്ടാണ് അവരുടെ കൊലപാതകം നടന്നത്. അപ്പോൾ ആ കൊലപാതകം എന്ന് പറയുന്നത് മാംസം ഭക്ഷിച്ചു എന്നുള്ളതാണ്. മാംസം ഭക്ഷിക്കുക എന്ന് പറയുന്നത് അവരുടെ ജീവൻ നിലനിർത്താനുള്ള ഒരു ഉപാധിയായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം ഭക്ഷണം കഴിക്കുക എന്ന് പറയാൻ ഏത് ഭക്ഷണം കഴിക്കാം, പക്ഷേ മാംസം കഴിക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു ആവശ്യമാണ്, അല്ലെങ്കിൽ ആ ഭക്ഷണത്തോട് ബന്ധപ്പെട്ടുണ്ടാകുന്ന കൂടുതൽ വരുന്ന ഒരു ആവശ്യമാണ് മാംസം കഴിക്കുക എന്ന് പറയുന്നത്. പക്ഷെ മധുവിൻ്റെ കാര്യത്തിൽ അതല്ല. മധുവിൻ്റെ കാര്യത്തിൽ നടന്നത് വിശപ്പായിരുന്നു, വിശപ്പിനോടുള്ള മുറവിളിയായിരുന്നു. ആ മുറവിളിയാണ് ഇത്തരം നാമധാരികൾ തല്ലിക്കെടുത്തിയത്. അവിടെയാണ് ഹൈന്ദവതയോട് ബന്ധപ്പെട്ട് ഇവർ പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ ഇവരുടെ ഇടയിലുമുണ്ട്. അത് ക്രിസ്തു മതത്തിൻ്റെ ഇടയിലുണ്ട്, ഇസ്ലാം മതത്തിൻ്റെ ഇടയിലും വേരോട്ടമുണ്ട്. നമുക്കറിയാം നിറം മങ്ങിയ സവർണ മേധാവിത്വത്തോട് ബന്ധപ്പെട്ട് വരുന്ന ഒത്തിരി ആളുകൾ ഇസ്ലാം മതത്തിൻ്റെയും ക്രിസ്തു മതത്തിൻ്റെയും അല്ലെങ്കിൽ മറ്റു വിഭാഗങ്ങളുടെ
ഇടയിലുണ്ട്. അവർക്കാർക്കും തന്നെ നിറം മങ്ങിയവനെയും ദരിദ്രവാസിയായിട്ടുള്ള ഒരുത്തിനെയും മനുഷ്യനായിട്ട് കണക്കാക്കാൻ പറ്റില്ല. നമുക്കറിയാം കോടതി വിധി വന്നു. കോടതി വിധി വന്നപ്പോൾ ശിക്ഷിക്കപ്പെട്ട ആളുകൾ ജയിലിലേക്ക് പോകുന്നു. കോടതി വിധി വന്നില്ലായിരുന്നെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ്, ഈ ഒരു ചിന്താഗതി ഇത്തരം ആളുകളുടെ ഇടയിൽ ഇന്നും പ്രബലമായിട്ട് തന്നെ നിലനിൽക്കും. അതായത് കോടതി വിധിയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു കോടതി വിധിയോ അല്ലെങ്കിൽ ഇവിടുത്തെ നിയമവാഴ്ചയോ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചില്ല എങ്കിൽ ഇവരോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ കൊലയാളികളായ ആളുകളോട് ബന്ധപ്പെട്ട് അവർ നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരു വിശ്വാസമുണ്ടല്ലോ, മതവിശ്വാസം. അവരോട് ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ വിശ്വാസമുണ്ടല്ലോ. ആ രാഷ്ട്രീയ വിശ്വാസത്തിലും മതവിശ്വാസത്തിലും മനുഷ്യനായിട്ട് കണക്കാക്കാൻ പറ്റുന്ന യാതൊന്നുമില്ലെന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അതുകൊണ്ട് നമ്മൾ തീർച്ചയാക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരം കോടതി വിധികൾ, ആ കോടതി വിധികൾ ഇത്തരം ചെയ്തികൾ ചെയ്യുന്ന ആൾക്കാർക്കുണ്ടാകുന്ന വലിയൊരു പാഠം തന്നെയാണ്. അവർ മനസ്സിലാക്കേണ്ടത് സമൂഹത്തിൻ്റെ ഇടയിൽ ഇവരും മറ്റുള്ളവരെ പോലെ തന്നെ മനുഷ്യർ മാത്രമാണ്. ഇവർ ഉന്നത കുലജാതരാണെന്നോ അല്ലെങ്കിൽ മറ്റു വിഭാഗങ്ങളെല്ലാം താഴെത്തട്ടിലുള്ളവരാണെന്നൊരു ചിന്താഗതി പുലർത്തുകയാണെങ്കിൽ നിയമത്തിൻ്റെ മുന്നിൽ എല്ലാ മനുഷ്യരും മനുഷ്യരാണെന്ന് പറയുന്ന ഒരു വലിയൊരു സംഹിതയോട് ബന്ധപ്പെട്ടാണ് ഇന്ത്യ നിലനിൽക്കുന്നത്. ആ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ട സമൂഹം മാത്രമാണ് ഈ പറയുന്ന ആളുകളെല്ലാം. അപ്പോൾ മതത്തിൻ്റെ പേരിലാകട്ടെ, ഒരാളുടെ വസ്ത്രധാരണത്തിൻ്റെ രീതിയിലാകട്ടെ, ഒരാളോട് വരുന്ന അദ്ദേഹത്തിൻ്റെ വൃത്തിയുടെ കാര്യത്തിലാകട്ടെ, അതെല്ലാം അവർ ആർജിക്കുന്ന അവരുടെ സമ്പത്തുണ്ട്. ആ സമ്പത്തിനോടോ അല്ലെങ്കിൽ സാമൂഹ്യ ക്രമമുണ്ട് അല്ലെങ്കിൽ ആ സമൂഹത്തോട് ബന്ധപ്പെട്ട് വരുന്ന അവരുടേതായിട്ടുള്ള കുറേ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ടാണ് അവരങ്ങനെ ആയി പോകുന്നത്. സാമ്പത്തിക ഭദ്രതയില്ലാത്ത വിഭാഗങ്ങളാണ് ഈ ഇരുണ്ട നിറക്കാരും അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ജീവിക്കുന്നത്. ആ സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമിക്കുമ്പോൾ അതിനെ തടയിടാതെ അവരും സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് ഉന്നതിയിലേക്ക് വരേണ്ടതുണ്ടെന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം ഉണ്ടായാൽ മാത്രമേ ഇത്തരം ചിന്താഗതികൾ വേരോടുകൂടി നമുക്ക് പിഴുതെഴുതാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ പറയുന്നൊരു കാര്യം നോർത്ത് ഇന്ത്യയോട് ബന്ധപ്പെട്ട് വരുന്ന വിഭാഗങ്ങൾ മാത്രം സംഭവിക്കുന്നതല്ല. തരം കിട്ടിയാൽ ഏതൊരു മനുഷ്യനെയും കൊല്ലാൻ കാത്തിരിക്കുന്ന വർഗീയവാദികളായിട്ടുള്ള മനുഷ്യർ ഈ സാക്ഷര കേരളത്തിലുമുണ്ട്. അതാണ് മധുവിന് മരണം നമുക്ക് നൽകുന്ന പാഠം.